ഓക്കെ. ഞാൻ അവസാനം അയച്ചത് ഏതായിരുന്നു? അവസാനം അയച്ചത് അലാം പെയിൻ എന്ന് പറഞ്ഞിട്ട്. ആ പെയിൻ എന്താന്ന് പറയുന്നത്. പിന്നെ ഒപ്റ്റോമെട്രിസ്റ്റിന് പറയുന്ന അറബിക് വേർഡ് ഉയൂൻ, ദുക്തുറ ഉയൂൻ. ഓക്കെ. ദുക്തൂറ എന്ന് പറഞ്ഞാൽ ഡോക്ടർ. ദുക്തൂറ ഒയൂൻ എന്ന് പറഞ്ഞാൽ ഐ സ്പെഷ്യലിസ്റ്റ് അഥവാ ഓപ്റ്റോമെട്രിസ്റ്റ്. ഓക്കെ. ദുക്തൂർ അതെന്താണ്? വൈ അയൂൻ എന്നാണോ ഉയൂൻ എന്നാണോ വായിക്കുക? ഉയൂൻ നാട്ടോ, യു നാട്ടോ, യു. ആ, ഉയൂൻ. ഓക്കെ. ഒയൂൻ. ഓക്കെ. ഒയൂൻ. ദുക്തൂറ ഒയൂൻ. ദുക്തൂറ ഒയൂൻ ഓപ്റ്റോമെട്രിസ്റ്റ്. അപ്പം ഞാൻ അമ്മുവാണ്, ഞാൻ ഓപ്റ്റോമെട്രിസ്റ്റ് ആണ് എന്നിങ്ങനെ പറയാ. അന അമ്മു, അന ഉയൂൻ ദുക്തുറ. ദുക്തൂറ ഒയൂൻ ഫസ്റ്റ് ഡോക്ടർ ആണ്. ഫസ്റ്റ് ഡോക്ടർ. ആ ഓക്കെ ഓക്കെ. ദുക്തുറ ഉയൂൻ. ഓക്കെ ഓക്കെ. ഒന്ന് പറഞ്ഞു നോക്കി. അന അമ്മു, അയ്യോ. അന ദുക്തുറ ഉയൂൻ. ഓക്കെ. അവൻ അവൻ ഡോക്ടറാണ് എങ്ങനെ പറയാം? ഹു ദുക്തൂർ. അവൻ ഓപ്റ്റോമെട്രിസ്റ്റ് ആണ് എങ്ങനെ പറയാം? ഹു ദുക്തുർ ഉയൂൻ. കറക്റ്റ്. നീ ഓപ്റ്റോമെട്രിസ്റ്റ് ആണോ? ഇന്ത ദുക്തൂർ. അയ്യവ ഓപ്റ്റോമെട്രിസ്റ്റ്. ഇന്ത ദുക്തൂർ ഉയൂൻ. അയ്യോ, എനിക്ക് ദുക്തൂർ ഒയൂൻ, എനിക്ക് ദുക്തൂർ ഒയൂൻ. ഓപ്റ്റോമെട്രിസ്റ്റ് ആണോ? ഓക്കെ. അതെ, ഞാൻ ഓപ്റ്റോമെട്രിസ്റ്റ് ആണ് എങ്ങനെ പറയാം? അതേക്ക് എന്തായിരുന്നു? നാം. നാം. അയ്യോ, നാം അല്ലെങ്കിൽ ഏതാ ഉപയോഗിക്കണ്ടേ? നാം അല്ലെങ്കിൽ അയ്വ. ഉപയോഗിക്കണ്ടേ? അയ്വ. നാം. അയ്വ. 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 ആ അയ്വ. 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 അയ്വ ദുക്തുറ ഉയൂൻ. ഓക്കെ. അയ്വ അന ദുക്തൂർ അയൂൻ. അയ്വ അന ദുക്തൂർ അയൂൻ. അയ്വ അന ദുക്തൂർ അയൂൻ. ഞാൻ ഓപ്റ്റോമെട്രിസ്റ്റ് ആണ്. അയ്വ അന ദുക്തുറ ഉയൂൻ. ഓക്കെ. ഓക്കെ. അടുത്ത ക്ലാസ്, സെക്കൻഡ് ക്ലാസ് ഏതായിരുന്നു? സെക്കൻഡ് ക്ലാസ് നിന്റെ, അവന്റെ എന്നൊക്കെ പറയൂലേ? അതന്നെ അതന്നെ. നെയ്മിന് എന്താ പറയാ? നെയിം. നെയ്മിന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആലോചിച്ച്. ഇസാം. ഇസാം എന്നല്ലേ? ഇസ്മി. 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 ഇസിമ. ഇസ്മി എന്താ, ഞാൻ അയച്ച വാട്സപ്പിൽ ഇസ്മി. ഇസ്മ. 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 ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഡാൻസിങ് വേർഡ് അതൊക്കെ ഒന്ന് പറഞ്ഞാണി. ഹു. ആ അയ്യോ. ഹു ഹാ ഹും. അയ്വ. കാ കി കും. അയ്വ. ഈ ന. ഓക്കെ. ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കി. ഹു ഹാ ഹും കാ കി കും ഈ ന. ഓക്കെ. ഒന്നുകൂടി. ഹു ഹാ ഹും ആ കാ കി കും ഈ ന. ഓക്കെ. മാനേജറിന് എന്താ പറയാ? മാനേജറിന് പറയുന്ന മുദീർ. മുദീർ. ഈ മുദീർ എന്നുള്ളത് എന്താണ്? വേർബ് ആണോ നൗൺ ആണോ? നൗൺ. ആ നൗണിന്റെ തൊട്ട് പിറകെയാണ് ഈ ഡാൻസിങ് വേർഡ്. ഡാൻസിങ് വേർഡ് എന്ന് പറഞ്ഞാൽ എവിടേക്കും കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു വാക്കുകളാണ്, അതുകൊണ്ട് ഡാൻസിങ് വേർഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ മുദീർ എന്നതിന്റെ തൊട്ട് പിറകെ ഈ ഹു എന്ന് പറഞ്ഞാൽ എന്താണ്? അവന്റെ. അപ്പൊ അവന്റെ മാനേജർ എന്ന് പറയാൻ വേണ്ടി മുദീർ ഹു അവന്റെ മാനേജർ. മുദീർ അവളുടെ മാനേജർ. മുദീർ ഹും അവരുടെ മാനേജർ. മുദീറക് നിന്റെ മാനേജർ. മുദീറക്കും നിങ്ങളുടെ മാനേജർ. മുദീരി എന്റെ മാനേജർ. മുദീർന നമ്മുടെ മാനേജർ. മനസ്സിലായില്ല? ചെറുതായിട്ടില്ലേ? നിന്റെ. നിന്റെ എന്നുള്ള എങ്ങനെ പറയാ? മുദീറക്. മുദീറക്. ആ കാന്ന് പറയില്ല അല്ലെ? ഉപയോഗിക്കുള്ളൂ. ക എന്ന് പറയില്ല. അറബി ഭാഷയിൽ നമ്മൾ പഠിക്കുന്ന കുറെ കാര്യങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യും, നമ്മൾ അവസാനത്തിൽ കട്ട് ചെയ്യും. അപ്പൊ മുദീറക്ക എന്ന് പറയുന്ന പകരം മുദീറക്. ഹു എന്ന് പറയുന്ന പകരം മുദീർ. മുദീർ ഹു.
ആയോ ഒന്ന് പറഞ്ഞു നോക്കി. അവന്റെ മാനേജർ. മുദീർക്ക്. അല്ല അല്ല, അവന്റെ ഡാൻസിങ് വേർഡ് മുതൽ അല്ല, തുടക്കത്തിൽ ഡാൻസിങ് വേർഡ്, ഫസ്റ്റത്തെ ഡാൻസിങ് വേർഡ് ഏതായിരുന്നു? ആ ഡ- ഡ- അവന്റെ എന്നല്ലേ? ആ, മുദീർഹു. മുദീർഹു. അവളുടെ മാനേജർ. മുദീർഹ. ഓക്കെ. അവളുടെ മാനേജർ. മുദീർഹും. ഓക്കെ. നിന്റെ മാനേജർ. മുദീർഖ. മുദീർക്ക്. മുദീർ. നിങ്ങളുടെ മാനേജർ. മുദീർക്ക്. മുദീർഖി. ഫീമെയിൽ ആകുമ്പോ നിങ്ങളുടെ നാമം. മുദീർക്കും. അയവ. എന്റെ മാനേജർ. മുദീർയി. മുദീരി. അയവ. നമ്മുടെ മാനേജർ. മുദീർന. മുദീർന. അടിപൊളി. ഇതാണ് ഡാൻസിങ് വേർഡ്. ഇനി ഡാൻസിങ് വേർഡ് ഒന്ന് റിപ്പീറ്റ് ചെയ്താണ്. ഏതൊക്കെയാണ്? ഹൂഹ. ഹും. അയവ. കാക്കി ഹും. ഈ ന. ഓക്കെ. പ്രൊനൗൺസ് ഏതൊക്കെയാണ്? പ്രൊനൗൺസ് അവൻ അവൾ. ഹു ഹി ഹും. അയവ. ഇന്ത ഇന്തി ഇന്തും. അന അഹ്ന. ഞാൻ എന്നാൽ ഞാൻ അന. നീ. ഇന്തി. അവൻ. ഹു. അവന്റെ. ഹു. അവളുടെ. ഹ. അവരുടെ. ഹും. നിന്റെ. ക. നിങ്ങളുടെ. കി. ഓക്കെ. നിങ്ങളുടെ ഫീമെയിൽ അല്ല, നിങ്ങളുടെ, നമ്മളൊരു പ്ലൂരൽ. കും. 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 എന്റെ. എന്റെ ഈ. എന്റെ പേര് അമ്മുവാണ്. ഇസ്മ എന്ന് പറഞ്ഞാൽ നെയിം ആണ്. അപ്പൊ എന്റെ പേര് അമ്മുവാണ്. എങ്ങനെ പറയാം? എന്റെ ഈ. ശ്രദ്ധിക്കണം, ഡാൻസിങ് വേർഡ് നൗണിന്റെ ശേഷം ഉപയോഗിക്കുള്ളൂ. ഈ പേരിന് ഇസ്മ എന്നാ ഉപയോഗിക്കുക. ഓക്കെ ഓക്കെ. ഇസ്മ. എന്റെ. എന്റെ എന്നുള്ള എന്താ? എന്റെ എന്ന് പറഞ്ഞത് ഈ. നെയിമിന് എന്താ? ഇസ്മ എന്നുള്ള എന്താ? ഇസ്മ പേര്. രണ്ടും ഇസ്മാണെങ്കിൽ ഇത് ഈ എന്നാണ്. ഇത് രണ്ടും കൂട്ടി പറഞ്ഞു നോക്കി. ഇസ്മി. കറക്റ്റ്. എന്റെ പേര് അമ്മുവാണ്. ഓക്കെ. ഇസ്മി അമ്മു. ഓക്കെ. നിന്റെ പേര് അമ്മുവാണ്. നിന്റെ പേര് അമ്മുവാണ്. നിന്റെ ആലോചിച്ച് പറഞ്ഞാൽ. അയ്യോ. ഇസ്മക്. നിങ്ങളുടെ പേര്. ഇസ്മക്. ഓക്കെ. ഇസ്മക്കും. അയ്യോ. ഇസ്മക്കും. കറക്റ്റ്. അവന്റെ പേര്. ഇസ്മന. അവന്റെ. ഇസ്മഹു. അയ്യോ. അവന്റെ പേര് ഷാഫിയാണ്. ഇസ്മഹു ഷാഫി. കറക്റ്റ്. അടിപൊളി. ഇനി വാട്ട് എന്നുള്ളതിന് എന്താ ഉപയോഗിക്കുക? വാട്ടിന് പറഞ്ഞായിരുന്നല്ലേ നേരത്തെ ക്ലാസ്സിനകത്തുണ്ടായിരുന്നു. ഏഷ് അല്ലെങ്കിൽ ഷൂ. നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടത് ഏതാണ്? എവിടെയാണ് നിങ്ങൾ? UAE-ലാ? ഞാൻ ഖത്തറിലാ. ഖത്തറിലായിരുന്നു. ഓക്കെ. ഖത്തറിൽ ദോഹയിലായിരുന്നു. ദോഹയിലായിരുന്നു. ഓക്കെ. ദോഹയിലെവിടെ? സദ്ദോ ബിൻ മഹ്മൂദ് എവിടെയാണ്? ബിൻ മഹ്മൂദിന് അടുത്തായിട്ട് വരും. ഓക്കെ. അപ്പൊ ബിൻ മഹ്മൂദ് അൽസദ് അതന്നെ. സദ്. അൽസദ് അവിടേക്കാണ് ഏകദേശം. ഓക്കെ. അപ്പം അവിടെ ഖത്തറിലാവുമ്പോ ഏറ്റവും കൂടുതൽ ഏഷ് ആണ് ഉപയോഗിക്കുക. ഏഷ്. അപ്പം ഏഷ് UAE-ൽ അധികം ഷൂ എന്നാ ഉപയോഗിക്കുക. ഷൂ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എവിടെയായിരുന്നു. അപ്പൊ വാട്ട് എവിടെയെന്നല്ലേ എന്താ ഉപയോഗിക്കാം? എവിടെന്ന്. എവിടെ. അപ്പൊ രണ്ടെണ്ണം പഠിച്ചേക്ക്. ഏഷും വെയിനും പഠിച്ചു വെക്കുക. ഏതൊക്കെയാണ്? ഏഷ്, വെയിൻ. അപ്പൊ ഏഷ് എന്ന് പറഞ്ഞാൽ വാട്ട്. വെയിൻ എന്ന് പറഞ്ഞാൽ വേർ. നീ എവിടെയാണ് ഇപ്പോ? ഒന്നുകൂടി. ഇപ്പോൾ എന്നുള്ളതിന് എന്താണ്?
അൽഹീൻ ഇപ്പോൾ അൽഹീൻ അൽഹീൻ. ഒന്ന് റിപ്പീറ്റ് പറഞ്ഞ ഏഷ് വെയിൻ അൽഹീൻ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാണി. ഏഷ് വെയിൻ അൽഹീൻ. അൽഹീൻ എന്ന് പറഞ്ഞാൽ നൗ, ഓക്കെ ഇപ്പോ. ഓക്കെ. നീ ഇപ്പൊ എവിടെയാണ് ഇങ്ങനെ ചോദിക്കുക, നീ ഇപ്പൊ എവിടെയാണ്. നീ ക്വസ്റ്റ്യൻ വേർഡ്സ് ഇംഗ്ലീഷിന്റെ അതേ സ്ട്രക്ചർ പോലെ ക്വസ്റ്റ്യൻ വേർഡ്സ് ഫസ്റ്റ് തന്നെ കൊടുക്കണം. അപ്പൊ നീ ഇപ്പൊ എവിടെയാണ്. എവിടെ? വെയിൻ വെയിൻ നീ ഇന്ത അയ്യവ ഇപ്പോൾ വെയിൻ ഇന്ത അഹ്ലീൻ അൽഹീൻ. അയ്യവ നീ ഒന്ന് കൂട്ടി പറഞ്ഞാണി. വെയിൻ ഇന്ത അൽഹീൻ. ഒന്നുകൂടി. വെയിൻ ഇന്ത അൽഹീൻ. അയ്യോ വെയിൻ തൽഹീൻ വെയിൻ തൽഹീൻ വെയിൻ തൽ അത് അറബിയിൽ കൂട്ടി പറയുമ്പോൾ ചില വാക്കുകൾ കട്ടായി പോകും. അപ്പം വെയിൻ തൽഹീൻ ഒന്ന് പറഞ്ഞു നോക്കി. വെയിൻ തൽഹീൻ. ഒന്നുകൂടി. അതെ അയ്യോ അടിപൊളി. ഒന്നുകൂടി. വെയിൻ തൽഹീൻ. വെയിൻ തൽഹീൻ. അയ്യോ എന്താ ഇതിന്റെ അർത്ഥം. വെയിൻ. നീ ഇപ്പോ എവിടെയാണെന്നല്ലേ. ഓക്കെ ഓക്കെ വെയിൻ തൽഹീൻ. ഓക്കെ. ഓഫീസിന് എന്താ പറയാ. ഓഫീസ് ആദ്യം മറ്റേ വെയിൻ മീൻസ് ഓക്കെ. ഈ ഇംഗ്ലീഷിൽ വരുന്ന പോലെ തന്നെയാണോ ഈ അറബിക്കും അതെ വരുന്നത്? ഏകദേശം ഒരു 80% അങ്ങനെയാണ്. ചില സ്ഥലത്ത് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇനി പാസ്റ്റിലേക്കൊക്കെ കടന്നു കഴിഞ്ഞാൽ അതേ സ്ട്രക്ചറാണ്. സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് അത് മാത്രം നോക്കിയാൽ മതി. ക്വസ്റ്റ്യൻ വേർഡ്സ് ആകുമ്പോൾ അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ വേർഡ്സ് തുടക്കത്തിൽ കൊടുക്കണം. മനസ്സിലായി. ഓക്കെ 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 ഓക്കെ. ഓക്കെ. അപ്പൊ ഓഫീസിന് എന്താ പറയാ. ഓഫീസിനാ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, നോക്കട്ടെ. മഹൽ എന്നാണോ? മഹൽ എന്ന് പറഞ്ഞ ഷോപ്പിനാണ് മഹൽ. അത് കറക്റ്റ് മഹൽ. ഓഫീസിന് എന്താ പറയാ. ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അല്ല ഇപ്പൊ അയച്ചല്ലോ. ഓക്കെ. മക്തബ്. മക്തബ് എന്താണ് ഓഫീസിന് എന്താ പറയാ. മക്തബ്. ഇത് എന്നുള്ളതിന് എന്താ ഉപയോഗിക്കൽ അധികം. ഇത് എന്ന് പറഞ്ഞത് ഹാദ ഹാദ എന്ന് ഉപയോഗിക്കലുണ്ടോ. ഹദി ഹായ് ഹാദി ഹദി ആ ആ ആ ഏതാ ഉപയോഗിക്കല്. അതാ. ഹാദ ഹാദ എന്നുള്ളത് ഇത് എന്നുള്ളതാണ്. അപ്പൊ ഇത് എന്റെ ഷോപ്പാണ് അല്ലെങ്കിൽ ഇതിന്റെ ഓഫീസാണ് എങ്ങനെ പറയാം. ഇത് എന്നല്ലേ. അത അയ്യോ അത അത അഹ്ന മക്തബ്. എന്റെ എന്ന് വരുമ്പം ഏത് ഡാൻസിങ് വേർഡ് ആണ്. എന്റെ എന്നുള്ള എന്താണ് അറബി പറയാം. എന്റെ ഈ നാന്നല്ലേ. ഈ അപ്പം നൗണിന്റെ ശേഷം ഓഫീസ് എന്നുള്ളതാണ് നൗണ്. അപ്പൊ എന്റെ ഓഫീസാണ് ഇത് എന്റെ ഓഫീസാണ് എങ്ങനെ പറയാം. ഇത് ഹദ ഹദ ആ ഹദ മക്തബി. അയ്യോ അതന്നെ. ഒന്ന് സ്പീഡാക്കി കൂട്ടി പറഞ്ഞാണ്. ഹദ ഹദ മക്തബി. അയ്യോ ഹദ മക്തബി ഹദ മക്തബി. ഇത് എന്റെ ഷോപ്പാണ്. ഇത് എന്റെ ഷോപ്പ്. ഹദ മക്തബി. ഹദ മഹല്ലി. കൂട്ടി പറഞ്ഞോളി. അതെന്റെ കറക്റ്റ് ആണ്. ഹദ മഹല്ലി. അതാ ഹദ മഹല്ലി ഹദ മഹല്ലി ഹദ മഹല്ലി. അടിപൊളി. ഓക്കെ. അവൻ എവിടെയാണ്. അവൻ എവിടെയാണ്. അവനിപ്പോ എവിടെയാണ്. എവിടെയാണ്. വെയിൻ എവിടെ. വെയിൻ വെയിൻ ഹു. കറക്റ്റ് ആണ്. ഇപ്പോൾ വെയിൻ ഹു അലീൻ. കൂട്ടി പറഞ്ഞാണി. വെയിനു അലീൻ. ഒന്നുകൂടി. വെയിനു ലീൻ. വെയിനു അലീൻ. അയ്യോ വെയിനു ലീൻ. ഓക്കെ. നീ ഇപ്പൊ എവിടെയാണ്. ഇന്ത വെയിൻ ഇന്ത ലീൻ. അയ്യോ ഒന്നുകൂടി. വെയിൻ ഇന്ത ലീൻ. ഓക്കെ ഒന്നുകൂടി. വെയിൻ ഇന്ത ലീൻ. ഓക്കെ. ഞാനിപ്പോൾ ഓഫീസിലുണ്ട്. ഞാൻ ഇപ്പോൾ ഓഫീസിലുണ്ട്. അന 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 മക്തബി.
അല്ല അല്ല, ഞാൻ ഇപ്പോൾ എന്നല്ല. أنا الحين ഓ مكتبي. ആ ഫി ഇൽ مكتب. ഇനി ഒരു പ്രിപ്പോസൽ ഫി എന്നുള്ളതിന് ഫി ഇൽ അറ്റ് ഇന്ന് അറ്റിനാണ് ഫി ഉപയോഗിക്കുക. ഇന്ന് അറ്റ് إن ഇന്ന് ഞാൻ ഓഫീസിലാണ്, ഞാൻ ഇന്ത്യയിലാണ്, ഞാൻ കേരളത്തിലാണ്, ഞാൻ ദുബായിലാണ്, ഞാനിപ്പം എൻ്റെ വീട്ടിലാണ് എന്നിനൊക്കെ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഫി ഉപയോഗിക്കുക. ഫി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അന ഫിൽ മക്തബ് ഞാൻ ഓഫീസിലാണ്, അന ഫി മക്തബ് ഞാൻ ഓഫീസിലാണ്, അന ഫി മഹൽ ഞാൻ ഷോപ്പിലാണ്, അന ഫി ബൈത്ത് ഞാൻ വീട്ടിലാണ്, അന ഫി ബിലാദ് ഞാൻ നാട്ടിലാണ്, അന ഫി ത്വരീഖ് ഞാൻ റോഡിലാണ്. ഫി എന്ന് പറഞ്ഞാൽ എന്താണ്? إن أت ഓക്കെ. ഫ്രം എന്നുള്ളത് എന്താ ഉപയോഗിക്കുക? ഫ്രം. من ഓക്കെ. മിൻ. മിൻ. ഓക്കെ. ഞാൻ من ഞാൻ ചോദിക്കാണ്, നിങ്ങളിപ്പോ എവിടെയാണ്? നിങ്ങൾ എന്നാട്ടാ ഞാൻ ചോദിക്കുന്നത്, നിങ്ങളിപ്പോ എവിടെയാണ്? നിങ്ങൾ എന്ന് പറയുമ്പോ ആം, ഇന്തും ആദ്യം ക്വസ്റ്റ്യൻ വേർഡ്സ് വരട്ടെ. നിങ്ങളിപ്പോ എവിടെയാണ്? ഓക്കെ, സോ എവിടെ, വേർ, വെയിൻ, ഇന്തും, ആ ഇപ്പോൾ. എവിടെയാണ്? ആണ് എന്നുള്ളതിന് അല്ല, അത് ഓക്കെയാണ്. നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് അത് അതിൽ പെട്ട് കഴിഞ്ഞു. വെയിൻതും ഇപ്പോൾ അതുകൂടി ചേർത്താ മതി. വേനുന്തും മലീൻ അയ്യോ, ഒന്നുകൂടി. അൽഹീൻ. വേനുന്തും മലീൻ. അപ്പൊ നമ്മുടെ ഉയർന്ന ആൾക്കാരോട്, സീനിയേഴ്സിനോടൊക്കെ അല്ലെങ്കിൽ നമ്മുടെ മുതിർന്നവരോടൊക്കെ ചോദിക്കാൻ വേണ്ടി വെയിൻ ഇൻതാന്ന് ഉപയോഗിക്കുന്നതിന് പകരം വെയിൻ എന്തുൽ ഹീൻ, നിങ്ങളിപ്പോ എവിടെയാണ്? അപ്പൊ ഞാനിപ്പോ എന്റെ ഓഫീസിലാണ്, ഞാൻ ഇപ്പോൾ എന്റെ ഓഫീസിലാണ്, എന്റെ ഓഫീസിലാണ് എന്ന് പറഞ്ഞു നോക്കി. അന ഉം. അന അന അൽഹീൻ ഉം. മക്തബ്. ഇൽ ഇൽ ഇൻ ഐ ആം. അന അന അൽഹീൻ മക്തബി. അങ്ങനല്ല, എന്റെ 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 ഈ ഞാനിപ്പം എന്റെ ഓഫീസിലാണ്. അന അൽഹീൻ മക്തബി. ഇൽ എന്റെ ഓഫീസിൽ. ഇൽ ഓക്കെ. അന അന ഓക്കെ. അന അന അൽഹീൻ അന അൽഹീൻ ഫി മക്തബി. അയ്വാൻ അൽഹീൻ ഫി മക്തബി. ഒന്ന് റിപ്പീറ്റ് ചെയ്താണ്. അന അൽഹീൻ ഫി മക്തബി. അന അൽഹീൻ ഫി മക്തബി. അയ്യോ, ഒന്നുകൂടി. അന അൽഹീൻ ഫി മക്തബി. അന അൽഹീൻ ഫി മക്തബി. ഓക്കെ, ഞാനിപ്പോ ഓഫീസിലാണ്. അന അൽഹീൻ ഫി മക്തബി. ഫി മക്തബി. ഞാനിപ്പം എന്റെ ഓഫീസിലാണ്. ഞാനിപ്പം എന്റെ വീടിന് എന്താ പറയാ? വീടിന് അറിയില്ല. വീടിനെന്താ പറയാ? ബൈത്ത്. ഞാൻ ടൈപ്പ് ചെയ്യാം. ബൈത്ത് ഞാൻ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പം വീട്ടിലാണെന്ന് അങ്ങനെ പറയാം. അന അൽഹീൻ ഫി ബൈതി. ഞാനിപ്പോ എന്റെ വീട്ടിലാണ്. ഒന്ന് റിപ്പീറ്റ് ചെയ്താണ്. അന അൽഹീൻ ഫി ബൈതി. അന അൽഹീൻ പറഞ്ഞോളെ. ഫി ബൈതി. അന അൽഹീൻ നീയിപ്പോ എവിടെയാണ്? എവിടെയാണ്? വെയിൻ അൽഹീൻ അല്ല, വെയിൻ ഇൻതൽഹീൻ. വെയിൻ ഇൻതൽഹീൻ. ഓക്കെ, ഞാനിപ്പോ എന്റെ ഓഫീസിലാണ്. അന
أنا الحين في مكتبي. അനൽഹീൻ ഫി മക്തബി. ഒന്നുകൂടി. أنا الحين في مكتبي. ഓക്കെ ഓക്കെ أنا الحين في مكتبي. ഓക്കെ. പ്രൊനൗൺസ് ഏതൊക്കെയായിരുന്നു? أنا إيه പ്രൊനൗൺസ് ഫസ്റ്റത്തെ ക്ലാസ് ഡേ 1. pronounced who, he, whom, ആ أنت, أنتم, അയവ. أنا, إحنا. ഓക്കെ. ഡാൻസിങ് വേർഡ്. who, ha, hum, ka, ki, kum, yi, na. ഓക്കെ. അടുത്തത്. എൻ്റെ പേര് അമ്മുവാണ്. ഞാൻ ഒരു ഓപ്റ്റോമെട്രിസ്റ്റ് ആണ്. ഞാൻ കേരളത്തിൽ നിന്നാണ്. ഞാൻ ഇപ്പോൾ ഖത്തറിലാണ്. എങ്ങനെ പറയാം? എൻ്റെ പേര് അമ്മുവാണ്. എൻ്റെ പേര് അമ്മുവാണ്. ഓക്കെ. അന എൻ്റെ പേര് ഡാൻസിങ് വേർഡാണ്. എൻ്റെ പേര് ഓക്കെ. ഇസ്മി അമ്മു. കറക്റ്റ്. ഞാൻ ഓക്കെ. ഇന്ത്യയിൽ നിന്നാണ്. ഫ്രം ആട്ടോ. ഐ ആം ഫ്രം ഇന്ത്യ. അന. ഓക്കെ. അന മിൻ ഇന്ത്യ. ഓക്കെ. ഇന്ത്യക്ക് ഹിന്ദ് എന്നാണ് പറയാം. അന മിൻ ഹിന്ദ്, അന മിനൽ ഹിന്ദ് എന്ന് പറയാം. ഇങ്ങനെ നമിൻ ഹിന്ദ്. ഓക്കെ. അവിടെ മിനൽ എന്ന് കൊടുക്കണ്ടോ? അവിടെ മിനൽ എന്ന് പറയാൻ കാരണം ഞാൻ ഓക്കെ. അന എന്നല്ല പറയാ. അതെ അന ഞാൻ. ഓക്കെ കറക്റ്റ് ആണ്. അന മിൻ ഹിന്ദ്. അന മിനൽ ഹിന്ദ്. മിനൽ ഹിന്ദ്. മിനൽ ഹിന്ദ്. ഓക്കെ. ഒന്ന് റിപ്പീറ്റ് ചെയ്താണി. അന മിൻ ഹിന്ദ്. ഓക്കെ. ഞാൻ കേരളത്തിൽ നിന്നാണ്. അന മിൻ കേരള. ഓക്കെ. കേരള. ഓന മിൻ ഹിന്ദ്, അന മിൻ കേരള. കേരള എന്നാണ്. കേരളത്തിൽ കേരള എന്നാ പറയാം. ഓക്കെ. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത്. എൻ്റെ പേര് അമ്മുവാണ്. ഞാൻ ഇന്ത്യയിൽ നിന്നാണ്. ഞാൻ കേരളത്തിൽ നിന്നാണ്. ഇസ്മി അമ്മു. أنا من هند. أيوة. أنا من കേരള. ഓക്കെ. ഞാൻ ഒരു ഓപ്റ്റോമെട്രിസ്റ്റ് ആണ്. أنا دكتور عيون. أيوة. دكتورة عيون. ഒന്നുകൂടി. ഏതൊക്കെ? ഞാൻ ഓപ്റ്റോമെട്രിസ്റ്റ് ആണ്. أنا دكتورة عيون. ഓക്കെ. ഞാൻ ഇപ്പോൾ ഖത്തറിലാണ്. أنا الحين أنا الحين في قطر. ഓക്കെ. അടിപൊളി. ഇങ്ങനെയാണ് നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യല്. ഇനി ഒന്ന് സ്പീഡാക്കിയാൽ മതി. സ്പീഡാക്കാൻ എനിക്ക് വോയിസ് റെക്കോർഡ് ആക്കി അയച്ചാൽ മതി. ഇനി അവൻ എവിടെയാണ്, അവൾ എവിടെയാണ് എന്നതിനൊക്കെ ഞാൻ ഇനി ഒരു വോയിസ് പ്രാക്ടീസിന് ഞാൻ ഒരു പോസ്റ്റർ അയച്ചു തരും. അത് നിങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യാൻ എനിക്ക് വോയിസ് റെക്കോർഡ് ആക്കി അയക്കണം കേട്ടോ. നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ എങ്ങനെയൊക്കെ പ്രയോഗത്തിൽ കൊണ്ടുവരാൻ നിനക്ക്. ഓക്കെ. മനസ്സിലാവുന്നുണ്ടോ ക്ലാസ് ഒക്കെ എങ്ങനെയാണ്? മനസ്സിലാവുന്നുണ്ട്. അതിങ്ങനെ കുറച്ച് ആലോചിക്കേണ്ടി വരുന്നുണ്ടെന്നേ ഉള്ളൂ. എങ്ങനെ തുടക്കത്തിൽ അങ്ങനല്ലേ, ഭാഷ പഠിക്കുമ്പോ അങ്ങനെ പെട്ടെന്ന് കിട്ടി കഴിഞ്ഞാൽ പ്രശ്നല്ലേ. മെല്ലെ മെല്ലെ കിട്ടും. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ ട്രിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഏത് വേർബ് കിട്ടി കഴിഞ്ഞാലും നമ്മ അതിലേക്ക് അടുത്ത ക്ലാസ്സിൽ നാളെ ഉണ്ടാവില്ലേ? എല്ലാ ദിവസവും ഇങ്ങനെ ഒരു ടൈം ഉണ്ട്. മീൻസ് രാവിലെ എപ്പോഴാണെങ്കിലും എനിക്ക് ഫ്രീ ആണ്. ഇടയ്ക്ക് ഒരു കസ്റ്റമർ വരുമ്പോ 1-2 കസ്റ്റമർ വരുള്ളൂ. ചിലപ്പോ ആരും വരത്തില്ല. അതുകൊണ്ട് ഫുൾ ഫ്രീ ആണ് പറയുന്നത്. ഓക്കെ. നിങ്ങൾ ജസ്റ്റ് കസ്റ്റമർ വരുന്നുണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല. പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ തന്നെ എന്ത് ചെയ്തേ ഓഫ് ആക്കിയാൽ മതി കേട്ടോ. ഞാൻ മനസ്സിലാക്കി. പ്രശ്നമില്ല. ശരി. ഓക്കെ. ഇൻഷാ അല്ലാഹ്. താങ്ക് യു. ഓക്കെ. മഷ്കൂർ. ശുക്രൻ എന്നാണ് താങ്ക് യു പറയാം. ശുക്രൻ അല്ലെങ്കിൽ മഷ്കൂർ. ഓക്കെ. അഫ്വാൻ. അതിന് വെൽക്കം എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. ശുക്രൻ എന്ന് പറഞ്ഞാൽ അഫ്വാൻ. നമ്മുടെ കസ്റ്റമർ ശുക്രൻ എന്ന് പറയുമ്പോൾ അഫ്വാൻ. എങ്ങനെ? അഫ്വാൻ എന്ന് പറഞ്ഞാൽ വെൽക്കം. നമ്മൾ വെൽക്കം എന്ന് പറയല്ലോ. താങ്ക് യു പറയുമ്പോൾ വെൽക്കം. അതിന് അഫ്വാൻ. അഫ്വാൻ 2 രീതിയിൽ ഉപയോഗിക്കും. സോറി എന്നുള്ളതിന് അഫ്വാൻ എന്ന് ഉപയോഗിക്കും. പക്ഷെ ഈ അഫ്വാൻ എന്നുള്ളത് വെൽക്കം എന്നുള്ളതിനാണ്. ശുക്രൻ. താങ്ക് യു. ശുക്രൻ അല്ലെങ്കിൽ മഷ്കൂർ എന്ത് ഉപയോഗിക്കും കേട്ടോ. പിന്നെ നോയുടെ ഒന്നും കൂടെ എഴുതണേ. നോ വെറും നോ എന്നുള്ളത് ലാ എന്നുള്ളൂ കേട്ടോ. ജസ്റ്റ് നോ.
നോ എന്നുള്ളതിന് ലാ എന്നേ ഉള്ളൂ. എന്തിനായിരുന്നു? നോട്ട് എന്നുള്ളതിനാണ് ഐ ആം നോട്ട്, അന മൂ മൂ മൂ, നോട്ട് എന്നുള്ളതിനാ മൂ. നോട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് നിങ്ങൾ എഴുതി വെച്ച് പഠിക്കേണ്ട ആവശ്യമില്ല, എഴുതി വെക്കുന്ന പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ തന്നെ എന്താ ഈ വോയിസ് റെക്കോർഡ് ആക്കി എനിക്ക് അയച്ചാലും മതി. ഈ പഠിച്ച കാര്യങ്ങൾ ഇന്ന് പഠിച്ച കുറെ കാര്യങ്ങൾ പഠിച്ചല്ലോ, അത് എനിക്ക് വോയിസ് റെക്കോർഡ് ആക്കി അയച്ചാലും മതി. ഓക്കെ ശരി ശരി. ഓക്കെ ഇൻഷാ അല്ലാഹ്. ഇലൽ ലിഖാ മഅ അസ്സലാമ. ശുക്രൻ. അഫ്വാൻ ഇൻഷാ അല്ലാഹ്.